പഠിക്കാനുള്ള വരുമാനം കണ്ടെത്തുന്ന ആ ഒരു യുവാവിൻ്റെ ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഏറ്റവും അവനോട് തോന്നിയ സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജോലി ചെയ്ത് മരിക്കാൻ താല്പര്യമുള്ള ഒരുത്തനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം എത്ര പെട്ടെന്നാണ് ഇവൻ്റെ കൈകളിലൂടെ ഈ ഒരാൾ ആർട്ടിസ്റ്റ് സുജാതന ആ ബ്രഷ് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ മാറി വരും, ഒരു മായിക ലോകം നമ്മൾ കാണും. അതേപോലായിരുന്നു ഇവനൊരു പൂവെടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോൾ അതിൻ്റെ സിറ്റുവേഷനും സെറ്റിങ്സും മാറും. അതൊക്കെ എനിക്ക് ഭയങ്കര അന്നേ എനിക്ക് ഇഷ്ടം തോന്നിയൊരു കാര്യമാണ്. ഒരു ദിവസം വളരെ മൂഡൗട്ടായിട്ടിരിക്കുന്ന കണ്ടിട്ട് ഞാൻ ചോദിച്ചാൽ ആരുവിനെ വഴക്ക് പറഞ്ഞാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ആ പയ്യൻ മൂഡൗട്ടാണല്ലോ? അപ്പം പറഞ്ഞു, അവന് പരീക്ഷയാണ്, പക്ഷെ പരീക്ഷ മാറ്റി വെച്ചിട്ട് അയാളുടെ ജോലി ചെയ്യുക. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. ഞാൻ വിളിച്ചിട്ട് ജ്യോതിഷ് ഓർക്കുന്നുണ്ടോ എന്തോ, ഞാൻ പറഞ്ഞു, എന്താണ് മോനെ ഇപ്പോൾ പരീക്ഷ? ഞാൻ വേഗം പോയി പരീക്ഷ എഴുതിയിട്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ജ്യോതിഷിനെ കാണുന്നത് സിനിമയുടെ കലാസംവിധായകൻ എന്നുള്ള നിലയിലാണ്. അവൻ്റെ ആ വളർച്ച എന്ന് പറയുന്നത് അർഹിക്കുന്നതാണ്, കഠിനാധ്വാനത്തിൻ്റെയാണ്.